ചെറുവാടി ജനകീയ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച 10ാമത് ചാലിയാർ ജലോത്സവത്തിൽ ടൗൺ ടീം മൈത്ര ചാമ്പ്യന്മാരായി. ജലോത്സവത്തിന്റെ ഉദ്ഘാടനം തിരുവമ്പാടി എം.എൽ.എ. ലിൻഡോ ജോസഫ് നിർവഹിച്ചു. കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ നിന്നായി 13 ടീമുകൾ മത്സരത്തിൽ പങ്കെടുത്തു. ചെറുവാടി ജനകീയ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച 10ാമത് ചാലിയാർ ജലോത്സവം ഉത്സവാന്തരീക്ഷത്തിലാണ് നടന്നത്. ജലോത്സവം കാണാനായി പുഴയുടെ ഇരുകരകളിലുമായി സ്ത്രീകളും കുട്ടികളുമടക്കം വൻ ജനാവലിയാണ് എത്തിയിരുന്നത്. കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ നിന്നായി 13 ടീമുകൾ പങ്കെടുത്തു. കണ്ണിനും മനസ്സിനും കുളിരേകുന്ന ഈ ജലോത്സവത്തിലെ ആദ്യ പോരാട്ടം. ചെറുവാടി മിനി സ്റ്റേഡിയത്തിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്രയോടെയാണ് പരിപാടികൾക്ക് തുടക്കമായത്. ഘോഷയാത്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ഷിബു ഫ്ലാഗ് ഓഫ് ചെയ്തു. തുടർന്ന് ചെറുവാടിക്കടവിൽ നടന്ന ജലോത്സവത്തിന്റെ ഉദ്ഘാടനം തിരുവമ്പാടി എം.എൽ.എ. ലിൻഡോ ജോസഫ് നിർവഹിച്ചു. ഒരു നാട് ഒരു പരിപാടി എങ്ങനെയാണ് ഹൃദ്യമായ നിലയിൽ ഏറ്റെടുക്കുന്നത് എന്നതിൻ്റെ പ്രകടമായ ഒരു ഉദാഹരണമാണ് ചെറുവാടി ജലോത്സവം എന്ന് നിസ്സംശയം പറയാൻ കഴിയുന്ന നിലയിലാണ് ചെറുവാടി ജലോത്സവത്തിൻ്റെ പരിപാടികൾ ഓരോ വർഷം കഴിയുന്തോറും കൂടുതൽ ജനകീയമായി മുന്നോട്ട് പോകുന്നത്. ചടങ്ങിൽ ജനകീയ കൂട്ടായ്മ പ്രസിഡന്റ് താജുദ്ദീൻ കുറുവാടങ്ങൽ അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അരിയിൽ അലവി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് കെ.പി. സൂഫിയാൻ, ഗ്രാമപഞ്ചായത്ത് മെമ്പർ ആയിഷ ചേലപ്പുറത്ത്, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ കെ.വി. അബ്ദുറഹ്മാൻ, അഷ്റഫ് കൊളക്കാടൻ, മുഹമ്മദ് കുട്ടി കുറുവാടങ്ങൽ, അസീസ് കുന്നത്ത്, അഡ്വക്കേറ്റ് കെ.വി. അബ്ദുസലാം, ബച്ചു ചെറുവാടി, ഉസ്മാൻ ചെറുവാടി, ജനകീയ കൂട്ടായ്മ സെക്രട്ടറി ജമാൽ ചെറുവാടി, ഇ.കെ. റാഷിദ് തുടങ്ങിയവർ സംസാരിച്ചു. സമാപന സമ്മേളനത്തിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫസൽ കൊടിയത്തൂർ, മുക്കം ഇൻസ്പെക്ടർ അർഷാദ്, മുക്കം ഫയർ ഓഫീസർ അബ്ദുൽ ഗഫൂർ തുടങ്ങിയവർ സംബന്ധിച്ചു. മത്സരത്തിൽ ടൗൺ ടീം മൈത്ര ചാമ്പ്യന്മാരായി. കളേഴ്സ് പഴംപറമ്പ് 2ാം സ്ഥാനവും മൈത്രി വെട്ടുപാറ 3ാം സ്ഥാനവും കരസ്ഥമാക്കി. പരിപാടിയോടനുബന്ധിച്ച് നിസാം ചേറ്റൂരിൻ്റെ നേതൃത്വത്തിൽ ചാലിയാർ ചലഞ്ച് ഓഫ് റൈഡ് റൈസിംഗും ഒരുക്കിയിരുന്നു. 70ഓളം ഓഫ് റൈഡർമാർ മത്സരത്തിൽ പങ്കെടുത്തു. രാവിലെ മുതൽ സുറുമി വയനാടിൻ്റെ നേതൃത്വത്തിൽ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, മുക്കം.